കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് വരെയാണ് പഠിച്ചത്. റിക്വസിറ്റ്സ് ഓഫ് ഗുഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കളക്ഷൻ ഓഫ് ഡേറ്റയാണ്. എന്താണ് ഡേറ്റ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇൻവെസ്റ്റിഗേഷന് ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യുക. അതാണ് കളക്ഷൻ ഓഫ് ഡേറ്റ. ഇറ്റ് ഈസ് ദ മെത്തേഡ് ദാറ്റ് ആർ ടു ബി എംപ്ലോയ്ഡ് ഫോർ ഒബ്റ്റെയിനിങ് ദ റിക്വയർഡ് ഇൻഫർമേഷൻ. നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്, അതിനെയാണ് ഇവിടെ കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഡേറ്റയുണ്ട്, പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും. ആദ്യത്തെ പ്രൈമറി ഡേറ്റ. എന്താണ് പ്രൈമറി ഡേറ്റ? ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഒറിജിനലി നേരിട്ട് ചെന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ് പ്രൈമറി ഡേറ്റ. ഡേറ്റ ഒറിജിനലി കളക്റ്റഡ് ഫോർ ആൻ ഇൻവെസ്റ്റിഗേഷൻ. ദേ ആർ കളക്റ്റഡ് ഫ്രം സം പ്രൈമറി സോഴ്സസ്. പ്രൈമറി സോഴ്സിൽ നിന്ന് ഇൻവെസ്റ്റിഗേറ്റർ നേരിട്ട് കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ് എന്ത്? പ്രൈമറി ഡേറ്റ. മെറിറ്റ്സ് ഓഫ് പ്രൈമറി ഡേറ്റ. ഡിഗ്രി ഓഫ് ആക്യുറസി ഈസ് വെരി ഹൈ. കൃത്യമായിരിക്കും, കാരണം നമ്മൾ നേരിട്ട് ചെന്ന് കളക്ട് ചെയ്യുന്നത് കൊണ്ട്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർഡ് എഫേർട്ട് ആൻഡ് കോഷൻ. അതിന് അധികം എഫേർട്ട് ആവശ്യമില്ല. ഇറ്റ് പ്രസൻസ് ദ ഡേറ്റ ഇൻ ഗ്രേറ്റ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡേറ്റാസ് കിട്ടും. ഇറ്റ് ഈസ് യൂഷ്വലി ഫ്രീ ഫ്രം ഡൗട്ട് ഫ്രീ ആണ്, കാരണം നമ്മൾ നേരിട്ടാണ് ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്താണ്? ഒരുപാട് സമയം എടുക്കും, അതുപോലെ തന്നെ ലേബേഴ്സിന് ആവശ്യമാണ്, സ്കില്ല് ആവശ്യമാണ്, പൈസ ചിലവുമാണ്. രണ്ടാമത്തെ എന്താണ്? ഇൻ സം സർവേസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കളക്ട് പ്രൈമറി ഡേറ്റ. ചില സർവേയിൽ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മെറിറ്റ്സ് എന്താണ്? ഡിഗ്രി ഓഫ് ആക്യുറസി ഹൈ ആയിരിക്കും, ഡസ് നോട്ട് റിക്വയർ എഫേർട്ട്, അധികം എഫേർട്ട് ആവശ്യമില്ല. ഇറ്റ് പ്രസൻസ് ദ ഡേറ്റ ഇൻ ഗ്രേറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡേറ്റാസ് പ്രസൻറ്റ് ചെയ്യും. ഫ്രീ ഫ്രം ഡൗട്ട്, കാരണം നമ്മൾ നേരിട്ട് കളക്ട് ചെയ്തുകൊണ്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നെ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഡീമെറിറ്റ്സ് പറയുമ്പോൾ എന്താണ്? സമയം, അതുപോലെ അധികം ആൾക്കാർ വേണം, അതുകൊണ്ട് തന്നെ എന്താണ്? പൈസ ചിലവാണ്. ഇൻ സം സർവേസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ചില സർവേസിൽ നമുക്ക് പ്രൈമറി ഡേറ്റാസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ്, മെത്തേഡ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡേറ്റ. പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡ്സ്. ഫസ്റ്റ് വൺ, ഒബ്സർവേഷൻ മെത്തേഡ്. ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ ഒബ്സർവർ ഫീൽഡിൽ നേരിട്ട് ചെന്ന് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുന്നതാണ് ഒബ്സർവേഷൻ മെത്തേഡ്. ഇറ്റ് ഈസ് എ മെത്തേഡ് അണ്ടർ വിച്ച് ഡേറ്റ ഈസ് കളക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഒബ്സർവേഷൻ ബൈ ദ ഒബ്സർവർ പേഴ്സണലി ഗോയിങ് ടു ദ ഫീൽഡ്. പേഴ്സണലി അയാൾ ആ ഫീൽഡിൽ പോയി ഒബ്സർവ് ചെയ്ത് എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഒബ്സർവേഷൻ മെത്തേഡ്. അടുത്തത് ഇൻ്റർവ്യൂ മെത്തേഡ്. ഇത് 2-വേ കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ്. ഇൻവെസ്റ്റിഗേറ്ററും ഇൻഫോർമൻറ്റും നേർക്ക് നേർ കോൺവെർസേഷൻ നടത്തി ഡേറ്റാസ് കളക്ട് ചെയ്യുന്നതാണ് എന്ത്? ഇൻ്റർവ്യൂ മെത്തേഡ്. നെക്സ്റ്റ്, ക്വസ്റ്റ്നെയർ മെത്തേഡ്. ക്വസ്റ്റ്നെയർ മെത്തേഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്. പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാൻ ആദ്യം തന്നെ ഇൻവെസ്റ്റിഗേറ്റർ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് നേരിട്ട് പോകില്ല റെസ്പോണ്ടൻറ്റിൻ്റെ അടുത്ത്, മെയിൽ വഴിയൊക്കെ റെസ്പോണ്ടൻറ്റിന് ക്വസ്റ്റ്നെയർ അയച്ചു കൊടുത്തിട്ട് ഡേറ്റാസ് കളക്ട് ചെയ്യുന്ന രീതിയാണ് ക്വസ്റ്റ്നെയർ മെത്തേഡ്. ഇനി ഷെഡ്യൂൾ മെത്തേഡ് ഓഫ് ഡേറ്റ കളക്ഷൻ. ഷെഡ്യൂൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്നെയർ മെത്തേഡ് പോലെ തന്നെയാണ് ഷെഡ്യൂൾ മെത്തേഡ്. ഇവിടെ ക്വസ്റ്റ്യൻസ് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് നേരിട്ട് ഇൻവെസ്റ്റിഗേറ്റർ ചോദിച്ചാണ് അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്തുന്നത്. അതാണ് ഷെഡ്യൂൾ മെത്തേഡ്, അല്ലെങ്കിൽ അതിനെ ഡേറ്റ കളക്ഷൻ മെത്തേഡ് എന്ന് കൂടി പറയുന്നുണ്ട്. ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ക്വസ്റ്റ്നെയർ. ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരാവുന്നതാണ്. ടെക്സ്റ്റിൽ കുറേ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ഞാൻ അതിൽ നിന്ന് വളരെ കുറച്ച് പോയിൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നിങ്ങളതെങ്കിലും പഠിച്ചു വയ്ക്കുക. ഫസ്റ്റ് വൺ, ലാംഗ്വേജ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് ക്ലിയർ. ലാംഗ്വേജ് എപ്പോഴും എങ്ങനെയായിരിക്കണം? ക്വസ്റ്റ്നെയറിൻ്റെ സിമ്പിളായിരിക്കണം, ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ബ്രീഫ്. വലിയ ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരിക്കരുത്, ബ്രീഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. ടെക്നിക്കൽ വേർഡ്സ് ആൻഡ് ജാർഗൺ ഷുഡ് ബി അവോയ്ഡഡ്. ഈ ജാർഗൺസ് എന്നൊക്കെ പറഞ്ഞാൽ ടെക്നിക്കൽ വേർഡ്സ് ആണ്, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത് പഠിക്കുന്നവർ ഉപയോഗിക്കുന്ന അവരുടെ ടെക്നിക്കൽ ടേംസ്, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ടേംസ്, അങ്ങനെയുള്ള അവരുടെ ആ ഫീൽഡുകളിൽ മാത്രം ഉപയോഗിക്കുന്നത് പോലെയുള്ള ടെക്നിക്കൽ ടേംസും ജാർഗൺസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യുക. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ഫ്രെയിം ചെയ്യാൻ നോക്കുക. ലോങ് ക്വസ്റ്റ്യൻ ഷുഡ് ബി അവോയ്ഡ്. ലോങ് ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്യുക. നോൺ സെൻസിറ്റീവ് ആൻഡ് ഈസിലി ആൻസറബിൾ ക്വസ്റ്റ്യൻ ഷുഡ് ബി കെപ്റ്റ് ഇൻ ബിഗിനിങ്. അതായത് മറ്റുള്ളവരെ ഹനിക്കാത്ത രീതിയിലുള്ള നോൺ സെൻസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം സെറ്റ് ചെയ്യുക, ഡിഫിക്കൽട്ടായിട്ടുള്ളത് അതിന് ശേഷം സെറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഒരു ക്വസ്റ്റ്നെയറിൻ്റെ ക്വാളിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയും കുറേ പോയിൻറ്റ്സ് ഉണ്ട്, ഇത്രയെങ്കിലും പഠിച്ചു വയ്ക്കുക.
നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സെക്കൻഡറി ഡേറ്റ. സെക്കൻഡറി ഡേറ്റ ആർ ദോസ് വിച്ച് ആർ കളക്റ്റഡ് ഫ്രം പബ്ലിഷ്ഡ് ആൻഡ് അൺപബ്ലിഷ്ഡ് സോഴ്സ്. ഓൾറെഡി കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്തതോ അല്ലെങ്കിൽ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റാസിനെയാണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. അതായത് പ്രൈമറി ഡേറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് പോയി കളക്ട് ചെയ്യുന്നത്. അങ്ങനെ നേരിട്ട് പോയി കളക്ട് ചെയ്യാതെ ഓൾറെഡി പബ്ലിഷ് ചെയ്ത ഡേറ്റയിൽ നിന്ന് ഡേറ്റാസ് കളക്ട് ചെയ്യണതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. സച്ച് ഡേറ്റ ഹാവ് ബീൻ ഓൾറെഡി കളക്റ്റഡ് ബൈ സം അതർ പേഴ്സൺ. വേറെ ആരെങ്കിലും കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്തായിരിക്കാം, വേറെ ഏതെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ ഓൾറെഡി പബ്ലിഷ് ചെയ്ത സോഴ്സിൽ നിന്ന് നമ്മൾ ഡേറ്റ എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, സെക്കൻഡറി ഡേറ്റ എന്ന് പറയും. നെക്സ്റ്റ് സോഴ്സസ് ഓഫ് സെക്കൻഡറി ഡേറ്റ. സെക്കൻഡറി ഡേറ്റ നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടുന്നു? ഒഫീഷ്യൽ റിപ്പോർട്ട് ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ്റിൻ്റെയോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയോ ഒഫീഷ്യൽ റിപ്പോർട്ടിൽ നിന്ന്, അതുപോലെ റിപ്പോർട്ട് ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് ട്രേഡ് അസോസിയേഷൻ അല്ലെങ്കിൽ ചേംബർ ഓഫ് കൊമേഴ്സ്, ട്രേഡ് അസോസിയേഷൻ്റെയോ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെയോ റിപ്പോർട്ടുകളിൽ നിന്ന്, അതുപോലെ ജേണൽ, ന്യൂസ് പേപ്പർ, ബുക്സ്, പീരിയോഡിക്കൽസ് ഇവയിൽ നിന്ന് നമുക്ക് ഡേറ്റാസ് കിട്ടും. റിസർച്ച് അബ്സ്ട്രാക്റ്റുകളിൽ നിന്ന് നമുക്ക് ഡേറ്റാസ് കിട്ടും. ഇയർ ബുക്കും പേഴ്സണൽ ഡോക്യുമെൻറ്റ്സിൽ നിന്നൊക്കെ നമുക്ക് സെക്കൻഡറി ഡേറ്റ കിട്ടും. കാരണം ഇതൊക്കെ ഓൾറെഡി പബ്ലിഷ്ഡ് ആണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടും, സെക്കൻഡറി ഡേറ്റാസ് കിട്ടും. നെക്സ്റ്റ് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് സെക്കൻഡറി ഡേറ്റ. മെറിറ്റ്സ് എന്തൊക്കെയാണ്? ആഡിക്വേറ്റ് ആൻഡ് ഓതൻറ്റിക് റെക്കോർഡ്. ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള, ആഡിക്വേറ്റ് ആയിട്ടുള്ള, അതുപോലെ ഓതൻറ്റിക് ആയിട്ടുള്ള, വിശ്വാസയോഗ്യമായിട്ടുള്ള റെക്കോർഡ്സ് ആയിരിക്കും. ഇറ്റ് ഈസ് ലെസ് കോസ്റ്റ്ലി. ചിലവ് കുറവാണ്, കാരണം ഓൾറെഡി പബ്ലിഷ്ഡ് ആണ്, അതുകൊണ്ട് ടൈം കൺസ്യൂമിങ്ങും അല്ല. ദെൻ ഇറ്റ് ഈസ് കൺവീനിയൻറ്റ്. അത് വളരെയധികം നമുക്ക് കൺവീനിയൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ മെറിറ്റ്സ്? ആഡിക്വേറ്റ് ആൻഡ് ഓതൻറ്റിക് റെക്കോർഡ്സ്, ഇറ്റ് ഈസ് ലെസ് കോസ്റ്റ്ലി ആൻഡ് ലെസ് ടൈം കൺസ്യൂമിങ്. അധികം സമയവും ചിലവല്ല, കോസ്റ്റുമില്ല. അതേപോലെ തന്നെ കൺവീനിയൻ്റ് ആണ്. ഇനി ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്താണ്? ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് സഫിഷ്യൻറ്റ് ആക്യുറേറ്റ് സെക്കൻഡറി ഡേറ്റ. നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റാസ് ഇതിലുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുക എന്നുള്ളത് ചില സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് സ്യൂട്ടബിൾ സെക്കൻഡറി ഡേറ്റ ഫോർ ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ചില സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായിട്ടുള്ള സെക്കൻഡറി ഡേറ്റ കിട്ടുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ഡേറ്റ ആൻഡ് സെക്കൻഡറി ഡേറ്റ. ഫസ്റ്റ് വൺ, പ്രൈമറി ഡേറ്റ ഈസ് കളക്റ്റഡ് ഫ്രം പ്രൈമറി സോഴ്സ്. പ്രൈമറി ഡേറ്റ പ്രൈമറി സോഴ്സിൽ നിന്നായിരിക്കും, സെക്കൻഡറി ഡേറ്റ സെക്കൻഡറി സോഴ്സിൽ നിന്നായിരിക്കും. പ്രൈമറി ഡേറ്റ ആദ്യമായി കളക്ട് ചെയ്യുന്നതായിരിക്കും. ഇറ്റ് ഈസ് കളക്റ്റഡ് ഫസ്റ്റ് ടൈം. ഇറ്റ് ഈസ് കളക്റ്റഡ് ഫോർ ദ സെക്കൻഡ്. കാരണം നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച ഡേറ്റയിൽ നിന്നാണ് സെക്കൻഡറി ഡേറ്റ ഉപയോഗിക്കുന്നത്. ദെൻ പ്രൈമറി ഡേറ്റ ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് റോ മെറ്റീരിയൽ. പ്രൈമറി ഡേറ്റ നമ്മൾ നേരിട്ട് കളക്ട് ചെയ്യുന്നതാണ്, അപ്പോൾ അത് റോ മെറ്റീരിയലിൻ്റെ രൂപത്തിലാണ്. പക്ഷേ സെക്കൻഡറി ഡേറ്റ ഓൾറെഡി പബ്ലിഷ്ഡ് ആയതുകൊണ്ട് അത് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ രൂപത്തിലായിരിക്കും. ആഫ്റ്റർ യൂസ് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു സെക്കൻഡറി ഡേറ്റ. പ്രൈമറി ഡേറ്റ നമ്മൾ ആദ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടൈം അതെന്തായി, സെക്കൻഡറി ഡേറ്റയായി. സെക്കൻഡറി ഡേറ്റ ഒരിക്കലും പക്ഷേ പ്രൈമറി ഡേറ്റ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അടുത്ത പോയിൻ്റ്, ഇറ്റ് ഗോസ് ത്രൂ ഫർദർ അനാലിസിസ് ആൻഡ് ചേഞ്ച് ഇറ്റ്സ് ഷേപ്പ് ദെയർ ബൈ ഇൻ കോഴ്സ് ഓഫ് ഇറ്റ്സ് യൂസ്. പ്രൈമറി ഡേറ്റ വീണ്ടും നമ്മൾ അനലൈസ് ചെയ്ത് നമ്മളുടെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അത് ഷേപ്പ് ചെയ്തെടുക്കും. പക്ഷേ സെക്കൻഡറി ഡേറ്റ നമുക്കങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ പ്രൈമറി ഡേറ്റയുടെ അടുത്ത പോയിൻ്റ്, ഇറ്റ് നീഡ്സ് മോർ റിസോഴ്സസ് ഇൻ ടേംസ് ഓഫ് മണി. കാരണം പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാൻ പൈസ ചിലവാണ്, മെഷീനറി, അതുപോലെ ടൈം ഒക്കെ നമുക്ക് എന്താണ് കൺസ്യൂമിങ് ആണ്, എല്ലാം നമുക്ക് കൂടുതലായിട്ട് വരും. പക്ഷേ ഇറ്റ് നീഡ്സ് ലെസ് എമൗണ്ട് ഓഫ് റിസോഴ്സസ്. ഏത് സെക്കൻഡറി ഡേറ്റയ്ക്ക് ലെസ് എമൗണ്ട് റിസോഴ്സ് മതി, മണി മതി, മെഷീനറി മതി, ടൈം മതി. ദെൻ പ്രൈമറി ഡേറ്റ, ഇറ്റ് നീഡ്സ് മോർ പ്രിക്കോഷൻസ് അറ്റ് ദ ടൈം ഓഫ് കളക്ഷൻ. കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാൻ. ഇവിടെ അത്രയും പ്രിക്കോഷൻസ് ആവശ്യമില്ല. ദെൻ പ്രൈമറി ഡേറ്റയുടെ ഒരു പോയിൻ്റ്, ഇറ്റ് ക്യാൻ ബി കളക്റ്റഡ് ബൈ ഡിഫറെൻറ്റ് മെത്തേഡ്സ്, ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, ക്വസ്റ്റനെയർ, ഇങ്ങനെയുള്ള മെത്തേഡുകളിലൂടെയാണ് പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യണത്. പക്ഷേ സെക്കൻഡറി ഡേറ്റ ഓൾറെഡി ഇതുപോലെ പ്രൈമറി ഡേറ്റ ആയിട്ട് കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യണതാണ് സെക്കൻഡറി ഡേറ്റ. അതുകൊണ്ട് ഇറ്റ് കോപ്പിങ് ഡൗൺ ഫ്രം പബ്ലിഷ്ഡ് പേപ്പേഴ്സിൽ നിന്ന് നമുക്കത് കോപ്പി ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ ഡിഫറൻസ്, പ്രൈമറി ഡേറ്റ സെക്കൻഡറി ഡേറ്റ നമ്മളുടെ ഡിഫറൻസ് പഠിച്ചു വയ്ക്കുക. അത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുണ്ട്.